പ്രിയമുള്ളവരെ, കാത്തിരിപ്പിനൊടുവിൽ കേരള ബാങ്ക് ക്ലർക്ക് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗസറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു PSC. ഇനി PSCയുടെ വെബ്സൈറ്റിൽ ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള സൗകര്യം ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എത്ര ഒഴിവുകളാണ് ഇതിനുള്ളത്, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഏറ്റവും പ്രധാനമായിട്ട് അതാണ് നമുക്ക് അറിയേണ്ടത്. കുറച്ച് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, എന്തായിരിക്കും നമുക്ക് പഠിക്കേണ്ടത്, ഇതിന്റെ ഒരു ടെന്റേറ്റീവ് സിലബസ് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ പറയട്ടെ, I+ ഈ കേരള ബാങ്ക് ക്ലർക്കിന് വേണ്ടിയിട്ട് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രയൽ ക്ലാസ്സുകളൊക്കെ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകൾ വിളിച്ച് ചോദിക്കാം. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ എൻറോൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 063/2024. നമ്മൾ ഈ മാസം തുടക്കത്തിൽ ഏപ്രിൽ 1-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ മാത്രം കുറച്ച് മുന്നോട്ട് നീങ്ങി. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജനറൽ കാറ്റഗറി, 2 കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജനറൽ കാറ്റഗറി, അതായത് പബ്ലിക്കിന്, ഈ യോഗ്യത ഉള്ള പബ്ലിക്കായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ സൊസൈറ്റി കാറ്റഗറിയിലും ഉണ്ട്, അതായത് ഈ സഹകരണ സംഘങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഇവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 063/2024 എന്നുള്ളത് ജനറൽ കാറ്റഗറിയാണ്, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ 064/2024 ഉണ്ട്, അത് സൊസൈറ്റി കാറ്റഗറിയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ജനറൽ കാറ്റഗറിയുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഡിപ്പാർട്ട്മെന്റ് കേരള ബാങ്ക്, കേരള കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കാണ് നിയമനം വരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലർക്ക് നിയമനം, ഈ ബാങ്കിലേക്കുള്ള, കേരള ബാങ്കിലേക്കുള്ള നിയമനം PSC വഴി വരുന്നത്. ദ നെയിം ഓഫ് ദ പോസ്റ്റ് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ, ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എന്നുള്ളതാണ് ഈ തസ്തികയുടെ പേര് എന്നത് ഓർക്കുക. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക. 20,280 മുതൽ 54,720 വരെ അത്യാവശ്യം മോശമല്ലാത്ത നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിലെ സ്കെയിൽ ഓഫ് പേ ആണ്, ഇത് പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. 115 വേക്കൻസികളാണ് ജനറൽ കാറ്റഗറിയിൽ മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, ജനറൽ കാറ്റഗറിയിലെ തന്നെ വേക്കൻസിയാണിത് 115. അതുപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറിയിലും 115 വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ജനറൽ കാറ്റഗറിയിൽ പൊതുവായിട്ട് 115 പേരെ എന്താണെങ്കിലും അപ്പോയിന്റ് ചെയ്യും. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് നോട്ടിഫിക്കേഷന്റെ സമയത്ത് തന്നെയുള്ള വേക്കൻസിയുടെ ചാർട്ടാണിത്. എന്താണെങ്കിലും റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് നിയമനമൊക്കെ ആകുമ്പോഴത്തേന് 3 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിനേക്കാളും ഒക്കെ ഒരുപാട് വേക്കൻസികൾ കൂടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സഹകരണ മേഖലയിലെ വിവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേരള ബാങ്ക് ക്ലർക്ക് എന്നുള്ളത്. ഡയറക്റ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങളുടെ നിയമനം വരിക എന്നുള്ളത് ഓർക്കുക. ലാസ്റ്റ് ഡേറ്റ്, ഈ അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് May 15 നിങ്ങളുടെ പ്രൊഫൈലിൽ, 1 ടൈം പ്രൊഫൈലിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് ഇത് അപ്ലൈ ചെയ്യുക. May 15 വരെ ഇത് അപേക്ഷിക്കാൻ സമയമുണ്ട്, എങ്കിലും അതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട്. 40 വയസ്സ് വരെ, 18 മുതൽ 40 വയസ്സ് വരെ എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രായപരിധി. അതായത് ജനറൽ കാറ്റഗറിയിൽ റിസർവേഷൻ ഒന്നും ഇല്ലാതെ ഉള്ള ആളുകൾക്ക്, ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും പറയുന്നുണ്ട്. 2/1/1984, അതായത് 1984 ജനുവരി 2-ാം തീയതി, ആ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതോ ആ ഡേറ്റിനോ അതിനുശേഷമോ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, 2006 വരെ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBC വിഭാഗങ്ങൾക്ക്, SC/ST വിഭാഗങ്ങൾക്കൊക്കെ യൂഷ്വലി അവർക്ക് കിട്ടുന്ന ഏജ് റിലാക്സേഷൻ, PSCക്ക് സാധാരണ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അറിയേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. എന്ത് യോഗ്യതയുള്ളവർക്കാണ് കേരള ബാങ്ക് ക്ലർക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി, അതായത് BCom കോപ്പറേഷൻ, ഒന്നുകിൽ നിങ്ങൾക്ക് BCom കോപ്പറേഷൻ വേണം, അല്ലെങ്കിൽ MA, ഏതെങ്കിലും MA ഉണ്ടാവണം. അത് കോപ്പറേഷൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് അതിൽ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് ആണ് ഒരു ക്വാളിഫിക്കേഷൻ. ഒന്നുകിൽ BCom കോപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MA അതിൻ്റെ കൂടെ ഏതെങ്കിലും നിങ്ങൾ കോപ്പറേഷൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഏത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിന് പുറമെ എന്ത് വേണം? HDC ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അതുണ്ടാവണം. HDC ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് പഠിക്കണം. എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ അഡീഷണൽ വേണം? HDC ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അഡീഷണൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ HDC ആൻഡ് HDCM വേണം, അല്ലെങ്കിൽ JDC ആണെങ്കിലും മതി. ഓക്കെ, ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ JDCയോ
HDCO ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താ വേണ്ടത്, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് അഗ്രികൾച്ചർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു യോഗ്യതയുണ്ട്. അത് പഠിച്ച ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി നമ്മുടെ ഈ തൊട്ട് മുമ്പ് വന്ന KRFED അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിലും ഇത് തന്നെയായിരുന്നു ക്വാളിഫിക്കേഷനിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഈ യോഗ്യത നേടിയിരിക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ PSCക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ യോഗ്യത ഉണ്ടാവണം, ഈ യോഗ്യത നേടിയതായിട്ടുള്ള രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഇടയ്ക്ക് നമ്മൾ വന്ന KRFED അസിസ്റ്റന്റ് ആണെങ്കിലും അതുപോലെയുള്ള വിവിധ കോർപ്പറേഷൻ മേഖലയിൽ PSC നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ അതേ സിലബസ് തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നമുക്കറിയാം ഈ മാസം KRFED അസിസ്റ്റന്റിന്റെ പരീക്ഷയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ തുടരാവുന്നതാണ്. കോർപ്പറേഷൻ ബേസിക്സ് ഓഫ് കോർപ്പറേഷന്റെ വിവിധ സബ്ജക്റ്റുകൾ ഒരു 70 മാർക്കിന് ഉണ്ടാവും സിലബസിൽ. ദെൻ IT ആൻഡ് സൈബർ ലോ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതൊരു 10 മാർക്കിനുണ്ടാവും. GK, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ്, ഇതൊക്കെ ഒരു 10 മാർക്കിനുണ്ടാവും. ദെൻ ജനറൽ ഇംഗ്ലീഷ്, വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ ഉൾപ്പെടെ 10 മാർക്കുണ്ട്. അങ്ങനെ 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും PSC നടത്തുക. ഇതൊരു ടെൻറ്റേറ്റീവ് സിലബസ് ആണ്. ഫൈനൽ സിലബസ് വരുമ്പോൾ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും ബേസിക് ആയിട്ട് ഇത് വെച്ച് നമുക്കിപ്പോൾ പഠിച്ചു തുടങ്ങണം. കാരണം എത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും കൂടുതൽ ചാൻസ് ഈ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഒട്ടും വൈകണ്ട, നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. I+ ഈ പരീക്ഷയ്ക്കായിട്ട് കോച്ചിങ് ഉണ്ട്, ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ അണിനിരത്തി തന്നെയാണ് I+ന്റെ കേരള ബാങ്ക് ക്ലർക്ക് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾ എത്തുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.